പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ, സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ വരുവാനും നിങ്ങളോട് ഈ പരിപാടിയെ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 5 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങളോട് ഒരു മിനിമം പരിപാടിയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഭൂരിപക്ഷം കിട്ടിയാൽ, മെജോറിറ്റി കിട്ടിയാൽ എന്തെല്ലാം ചെയ്യും എന്ന് ജനങ്ങളോട് പറഞ്ഞിരുന്നു. അത് പൂർണ്ണമായി ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. 600 കൂട്ടം കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതിൽ 598 കാര്യങ്ങൾ പൂർത്തിയാക്കിയിരുന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, ഇവിടെ നികുതി പിരിച്ച് ശമ്പളവും നിത്യനിദാന ചെലവും കഴിഞ്ഞാൽ കമ്മിയാണ്, പണമില്ല. റോഡ് പണിയാൻ, പാലം പണിയാൻ, സ്കൂൾ കെട്ടിടം കെട്ടാൻ ഒന്നും പണമില്ല. അതാണ് കേരളത്തിലെ സ്ഥിതി. അത് കേരളത്തിൽ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറഞ്ഞു, പണസമാഹരണത്തിന് പുതിയ മാർഗം തേടും. കിഫ്ബി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് 50,000 കോടി രൂപ സമാഹരിച്ച് റോഡും പാലവും സ്കൂൾ കെട്ടിടങ്ങളും എല്ലാം തീർക്കും എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷം നൽകി. ചട്ടസഭ, നിയമസഭ ചട്ടവും പാസാക്കി. 50,000 കോടി എന്ന് പറഞ്ഞാൽ 60,000 കോടി രൂപയോളം സമാഹരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 60,000 കോടി രൂപ മുടക്കി റോഡുകള്, പാലങ്ങള്, സ്കൂൾ കെട്ടിടങ്ങള്, കോളേജ് കെട്ടിടങ്ങള്, മെഡിക്കൽ കോളേജുകള്, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങള്, ജില്ലാ ആശുപത്രികള്, താലൂക്ക് ആശുപത്രികള്, കോവിഡ് രോഗം വന്നപ്പോ പ്രത്യേക വാർഡുകള് ചികിത്സിക്കാൻ എല്ലാവിധ സഹായവും സഹകരണവും ജനങ്ങൾക്ക് നൽകി കൊടുത്തു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. കിഫ്ബി വഴി പണം സമാഹരിക്കുമെന്ന് പറഞ്ഞപ്പോ കോൺഗ്രസ്, പ്രതിപക്ഷ നേതാക്കന്മാർ, ഐക്യ ജനാധിപത്യ മുന്നണി, RSS, BJPയും എല്ലാം ഇതൊന്നും നടത്തുകയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അപമാനിക്കാനാണ് നോക്കിയത്. എന്നാൽ പ്രിയപ്പെട്ട സഖാക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇത് ആണങ്ങളുടെ കൂട്ട്, തമിഴിൽ പറഞ്ഞ ആമ്പിളയുടെ കൂട്ട്, ഇതെല്ലാം നടപ്പിലാക്കി കാണിച്ചു കൊടുത്തു. 59,000 കോടി രൂപയാണ് കിഫ്ബി സമാഹരിച്ചത്. ആയിരക്കണക്കിന് സ്കൂൾ കെട്ടിടങ്ങൾ തീർത്തു, മെഡിക്കൽ കോളേജുകൾ തീർത്തു, റോഡുകളും പാലങ്ങളും ഈ രാജ്യത്ത് നിർമ്മിച്ചു. ശബരിപാത റെയിൽവേ, ശബരിമലയ്ക്കുള്ള പാത 2,400 കോടി രൂപ വേണം, അതിന്റെ പകുതി കൊടുക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. 1,400 കോടി ഗവൺമെന്റ് കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുക. NH നിർമ്മാണം, നാഷണൽ ഹൈവേക്ക് സ്ഥലമെടുക്കുന്നതിന് വേണ്ടി വരുന്ന പണത്തിന്റെ 25% ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് വഹിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞു. കിഫ്ബി വഴിയുള്ള പണം മുടക്കി റോഡും പാലവും കേരളത്തിലുടനീളം, പ്രിയമുള്ളവരെ, നല്ല റോഡുകളും പാലങ്ങളും ആശുപത്രികളും സ്കൂൾ കെട്ടിടങ്ങൾ, കോളേജ് കെട്ടിടങ്ങളെല്ലാം വലിയ തോതിൽ തീർത്തിരിക്കുന്നു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. പ്രത്യേക ചട്ടം, പ്രത്യേക നിയമം ചട്ടസഭ, നിയമസഭ പാസാക്കിയിട്ടാണ് കിഫ്ബി രൂപീകരിച്ചത്. എന്നാൽ ആദ്യം പറഞ്ഞു നടക്കുകയല്ല, ആണങ്ങളുടെ കൂട്ടം നടത്തി കാണിച്ചപ്പോ പറഞ്ഞു ഇത് കുഴപ്പമാണ്, നിയമവിരുദ്ധമാണ്,
RSSനെയും കേന്ദ്ര ഗവൺമെന്റിനെ എല്ലാം കൂട്ടുപിടിച്ച് ഇഡി കിഡി എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ വിരട്ടാൻ നോക്കുകയാണ്. പക്ഷെ ഞങ്ങൾ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു, CPIM പറഞ്ഞു, വിരട്ടലൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട, നിങ്ങൾ മര്യാദക്കിരുന്നാ മതി എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. വിരട്ടലൊന്നും ഞങ്ങളുടെ അടുത്ത് നടത്തിയല്ല. ഞങ്ങൾ നിയമപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. നരേന്ദ്രമോദിക്ക് ലോകത്ത് മുഴുവൻ കടം വാങ്ങാമെങ്കിൽ ചട്ടങ്ങൾ ഉണ്ടാക്കി നിയമസഭ നിയമം പാസാക്കി നാടിന്റെ പുരോഗതിക്ക്, നാടിന്റെ വികസനത്തിന് കടം മേടിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് ഇഡി കിഡി CBI എന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കിയാൽ മതി എന്നാണ്, പേടിപ്പിക്കാൻ നോക്കണ്ട എന്നാണ് ഞങ്ങൾ UDFനോടും BJPയോടും RSSനോടും പറഞ്ഞു തന്ന കാര്യം പ്രിയപ്പെട്ട സഖാക്കളെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതിന്റെ ഫലമായി കേരളത്തിലുടനീളം വലിയ വളർച്ച, വികസനം, റോഡുകളും പാലങ്ങളും ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും എല്ലാം സ്ഥാപിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറഞ്ഞു, അർഹതയുള്ളവർക്കെല്ലാം ലൈഫ് പദ്ധതി, വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കും എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട സഖാക്കളെ, 2.5 ലക്ഷം പേർക്ക് വീട് കൊടുത്തു കഴിഞ്ഞു. 2.5 ലക്ഷം വീടുകള് വീടില്ലാത്തവർക്ക് നിർമ്മിച്ച് നൽകി കഴിഞ്ഞു. വീടും ഇല്ല, സ്ഥലവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റുകൾ നിർമ്മിച്ച്, സ്ഥലം കുറവുള്ള പട്ടണങ്ങളിൽ ഫ്ലാറ്റുകൾ നിർമ്മിച്ച് വീടില്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കുന്നു. 2.5 ലക്ഷം വീടുകൾ നിർമ്മിച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനിയും വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുക്കും എന്ന കാര്യം അസന്നിഗ്ധമായി കേരള ഗവൺമെന്റ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആ നിലയിലാണ് ഞങ്ങൾ പ്രവർത്തനം സംഘടിപ്പിച്ചത്. അതാ ഞങ്ങൾ ഭവന നിർമ്മാണ പദ്ധതി ഉമ്മൻചാണ്ടി UDFും ഭരിച്ചപ്പോ 13,000 വീട് കൊടുക്കുമെന്ന് പറഞ്ഞു. പാതി അകത്തെ പാതി പുറത്തെ ഉണ്ടായിരുന്ന വീട് പൊളിച്ചിട്ട് തലകെട്ടി പ്ലാസ്റ്റിക് കെട്ടി അതിന്റെ കീഴിലായിരുന്നു പാവപ്പെട്ടവർ. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ് ആണെന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല. ഉമ്മൻചാണ്ടി ചെയ്ത ദ്രോഹമല്ലേ, ഇരിക്കട്ടെ അവർക്കും വീട്. അതാണ് ആണുങ്ങളുടെ കൂട്ടം ഞങ്ങൾ ചെയ്തതെന്ന കാര്യം കോൺഗ്രസുകാർ ആരെയും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാനിതാ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർക്കും കൊടുത്തു. ആ വീട് ആദ്യം നിർമ്മിച്ചു നൽകി 2.5 ലക്ഷം പേർക്കാണ് ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കിയത്. ലൈഫ് എന്ന പേരിലാണ് നടപ്പിലാക്കിയത്. ഇല്ലേ? ഞങ്ങൾ പറഞ്ഞു, പെൻഷൻ വേണ്ടവർക്ക്, അർഹതയുള്ളവർക്ക് എല്ലാം കൊടുക്കുമെന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി 30,000 പേർക്ക് പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്താണ് നടന്നത്? 10 പേർക്ക് കൊടുത്തില്ല. VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് 500 രൂപ വെച്ച് തീരുമാനിച്ചു. LDFന്റെ ഗവൺമെന്റ് ആ 500 രൂപയാണ് ഉമ്മൻചാണ്ടി കൊടുത്തത്. അവസാനം തെരഞ്ഞെടുപ്പിൽ തോറ്റുകഴിഞ്ഞ് പോകാൻ നേരത്തെ 100 രൂപ കൂട്ടി 600 രൂപ. 18 മാസത്തെ കുടിശ്ശിക വരുത്തി കൊടുക്കാതെ പാവങ്ങളെ കബളിപ്പിച്ചു. 18 മാസം കൊടുത്തോർക്കോ നിങ്ങൾ ബാങ്കിൽ പോയി അവിടെ പോയി ഇവിടെ പോയി മേടിച്ചോ എന്നും പറഞ്ഞ് ഉമ്മൻചാണ്ടി UDF കോൺഗ്രസുകാരെ കബളിപ്പിച്ചു. എന്നാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, ഈ പാവപ്പെട്ട കാരണവന്മാരോട് നിങ്ങൾ ജീവിതം അന്ത്യം വരെ അധ്വാനിച്ചവരാണ്, പ്രായമായി, അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇവിടെ പോകണ്ട, നിങ്ങളുടെ വീട്ടിൽ പെൻഷൻ കിട്ടിക്കുമെന്നാണ് ഞങ്ങളുടെ ഗവൺമെന്റ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, 59 ലക്ഷം പേർക്ക് 59 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അത് 1,600 രൂപ വെച്ച് കൊടുത്തു. ഉമ്മൻചാണ്ടി ആദ്യം കൊടുത്തത് 500 ആക്കിയത് VSന്റെ ഗവൺമെന്റ്. അവസാന കസേരയിൽ ഇറങ്ങാൻ നേരത്ത് 600, അത് 18 മാസം കുടിശ്ശിക, അതെല്ലാം തീർത്തു എന്ന് മാത്രമല്ല, അവിടെയുള്ളവര് ഞങ്ങള് ഈ പാവപ്പെട്ട ആളുകൾക്കെല്ലാം കൊടുത്തു. ഇപ്പം 1,600 രൂപ വെച്ച് കൊടുക്കുകയാണ്. എന്തുകൊണ്ട് അവർക്ക് കൊടുക്കുന്നു? അവർ കേരളത്തിൽ അധ്വാനിച്ചവരാണ്, ഭാരം ചുമന്നവരാണ്, പ്രായമായി, മക്കൾക്ക് സൗകര്യമില്ല. മക്കൾക്ക് സൗകര്യമുണ്ടെങ്കിലും താഴ്ന്ന വകുപ്പന്മാർക്ക് തണ്ണി കൊടുക്കുകയില്ലാത്ത മക്കളുള്ള കാലമാണ് ഇന്ന്.
അതുകൊണ്ട് പട്ടിണിയും ദാരിദ്ര്യവുമാണ് ഈ പാവപ്പെട്ടവർക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവർക്ക് പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നവരുടെ ജീവിതമാണ്. അത് ശരിയാണ്, അത് തികച്ചും ശരിയാണെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചിന്തിക്കുന്നത്. അതാണ് ഞങ്ങൾ കൃത്യമായി ഈ ആളുകൾക്ക് മുഴുവൻ പ്രിയമുള്ളവര് പെൻഷൻ കൊടുത്തു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അത് കൃത്യമായി കുടിശ്ശികയില്ലാതെ അതാത് മാസം വീട്ടിൽ കൊടുക്കുകയാണ്, വീട്ടിൽ കൊണ്ട് കൊടുക്കും. ആ നിലയിലാണ് ഗവൺമെന്റ് പെരുമാറിയതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഇതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗം ഇല്ലേ, ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ സ്കൂളിൽ കുട്ടികൾക്ക് പാഠപുസ്തകമില്ല, ഒന്നുമില്ല. പറ്റീരും ഗൗളപ്പീരും മാത്രമായിരുന്നു പ്രിയമുള്ളവര് നടന്നത് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. എന്നാൽ ഈ ഗവൺമെന്റ് വന്നു, നമ്മുടെ സ്വാശ്രയ സ്ഥാപനം തുടങ്ങിയില്ല. നിലവിലുള്ള സ്വാശ്രയ സ്ഥാപനം നിലനിർത്തി നിൽക്കട്ടെ, നൃത്തം ചെയ്യാനും ഞങ്ങൾ പോയില്ല. വിദ്യാഭ്യാസ രംഗം ഹൈടെക് ആക്കി, പൊതുവിദ്യാഭ്യാസ രംഗം ഹൈടെക് ആക്കി, വലിയ മുന്നേറ്റമുണ്ടാക്കി എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട MLA ഇതാ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തെ സ്വാഗതം ചെയ്യുകയാണ്. എനിക്കറിയാൻ സന്തോഷമുണ്ട് എന്നറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗം ഹൈടെക് ആക്കി. ഇപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പാഠപുസ്തകം കിട്ടും. 50,000 ക്ലാസ് മുറികൾ, പള്ളിക്കൂടങ്ങൾ ഹൈടെക് ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി മാറ്റി. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കി. സ്വാശ്രയത്തിൽ പഠിക്കാൻ പോയ കുട്ടികള് 6 ലക്ഷം പേര്. പ്രിയമുള്ളവരെ, പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് വന്ന് അഡ്മിഷൻ തേടിയിരിക്കുന്നു. വലിയ നേട്ടമാണ് ഈ രംഗത്തുണ്ടാക്കിയത്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കി. നമുക്കറിയാം, ഇവിടെ COVID-19 കോവിഡിന്റെ കാലം വന്നപ്പോ സ്കൂളുകളിലെല്ലാം അടച്ചു കിടക്കുക, തുറക്കുന്നില്ല. എന്നാൽ കേരളത്തിൽ സ്കൂളുകൾ അടച്ചെങ്കിലും ഓൺലൈനിൽ ക്ലാസ് നടത്തുകയാണ്. LKG UKG മുതൽ എല്ലാ ക്ലാസുകളിലും കുട്ടികൾക്ക് ഓൺലൈനിൽ ക്ലാസ് നടത്തുന്നു. അത്രയെങ്കിലും ആയി കർമ്മബോധത്തോടുകൂടി, നീതിബോധത്തോടു കൂടി സഹാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് പ്രവർത്തിച്ചു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം, പൊതുജനാരോഗ്യ രംഗത്ത് മുന്നേറ്റം, ആയിരക്കണക്കിന് ഡോക്ടർമാരെ, 10,000-കണക്കിന് നഴ്സുമാരെ നിയോഗിച്ച് ആരോഗ്യ കേന്ദ്രം ശക്തിപ്പെടുത്തി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങള്, താലൂക്ക് ആശുപത്രികള്, ജില്ലാ ആശുപത്രികള്, എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകള് എല്ലാം സ്ഥാപിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഹാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഞാൻ പറയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് പറഞ്ഞത് എന്താ? ഊർജ രംഗത്ത് നിസ്സാരത്തുറ അഥവാ വൈദ്യുതി രംഗത്ത് ഞങ്ങൾ പറഞ്ഞു, 1 സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തും. വൈദ്യുതി ഇല്ലാത്ത വീടുകൾ കേരളത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. 2 വൈദ്യുതി കട്ടുണ്ടാവില്ല, ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പൊ തമിഴ്നാട്ടില് വൈദ്യുതി കട്ടില്ലേ? 5 മണിക്കൂർ 6 മണിക്കൂർ വൈദ്യുതി കട്ട. പക്ഷേ കേരളത്തിൽ വൈദ്യുതി കട്ടില്ല, വൈദ്യുതി ഇല്ലാത്ത വീടില്ല. എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചു. കോടിക്കണക്കിന് രൂപ മുടക്കി 1,26,00,000 കണക്ഷൻ ഉണ്ട് വൈദ്യുതി രംഗത്ത് ഇല്ലേ? സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി 17 ലക്ഷം പേർക്ക് വൈദ്യുതി കണക്ഷൻ ഞങ്ങൾ നൽകി. പ്രിയപ്പെട്ടവരെ, സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി. അതാ, വൈദ്യുതി കട്ടില്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നേടാത്ത നേട്ടം തമിഴ്നാട്ടിലില്ല, നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലില്ല, വാതകമടിക്കുന്ന UPയിൽ ഇല്ല, സന്യാസി ഭരിക്കുന്ന UPയിൽ ഇല്ല. പ്രിയപ്പെട്ടവരെ, പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സംസ്ഥാനത്ത് നിസ്സാരത്തുറ അഥവാ വൈദ്യുതി രംഗത്ത് ഈ നേട്ടം കൈവരിച്ചു എന്ന കാര്യം അഭിമാനബോധത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. 5 വർഷം കഴിഞ്ഞ 5 വർഷം
ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും വൈദ്യുതി രംഗത്തെ പ്രവർത്തനം വിലയിരുത്തി കേന്ദ്ര ഊർജ വകുപ്പ് എന്നിട്ട് അവാർഡ് നിശ്ചയിച്ചു. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ അവാർഡ് നമുക്കാണ് 5 വർഷമായി കേരളത്തിനാണ് കിട്ടുക. കേരളത്തിലാണ് കിട്ടുന്നത്. 5 വർഷം തുടർച്ചയായി അവാർഡ് കേന്ദ്ര ഊർജ വകുപ്പിന്റെ അവാർഡ് നേടാൻ കേരള സംസ്ഥാനത്തിന് വൈദ്യുതി വകുപ്പിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് മഹത്തായ നേട്ടമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. രാജ്യം വലിയ സങ്കീർണ പ്രശ്നത്തിലാണ്. നമുക്കറിയാം, ഇവിടെ COVID-19 വന്നു. COVID-19 ഏറ്റവും വലിയ ആളുകൾ ചത്തൊടുങ്ങിയത് എവിടെ? അമേരിക്കയിലാണ്. കോടിക്കണക്കിന് ആളുകൾക്ക് രോഗം വന്നു. ദശലക്ഷങ്ങളാണ് മരിച്ചു വീണത്. നമ്മുടെ പൗരന്മാർ, അമേരിക്കയിലെ നമ്മുടെ സഹോദരങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവര്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തലയ്ക്ക് സുഖമില്ലാത്ത വട്ട് പിടിച്ച അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നതായിരുന്നു നല്ലത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പുറം തള്ളി, ചവിട്ടി പുറത്താക്കി അമേരിക്കൻ പ്രസിഡന്റ്. അതേപോലെയാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമുക്ക് നാണംകേടാണ്. ഏത് നരേന്ദ്രമോദി ട്രംപിനെ പോലാണെന്ന് പറയുന്നത് ഏത് തലയ്ക്ക് സുഖമില്ലാത്തവനാണ് ട്രംപ് എന്ന് പറയുമ്പോ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കൊള്ളുവോ? ഈ കൊള്ളുകല നാണംകേടാണ് നമുക്ക്, ഇല്ലേ? അദ്ദേഹം പോയിരിക്കുക ട്രംപിന് വേണ്ടി വോട്ട് പിടിക്കുക അവിടെ. പക്ഷെ അമേരിക്കൻ ജനത ചവിട്ടി പുറത്താക്കി. ഇവിടെ ഏറ്റവും വലിയ ആളുകൾ മരിച്ചത് എവിടെ? ഏറ്റവും വൻപനായ ലോക പോലീസ് സമയം അമേരിക്കയിൽ. അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ മരിച്ചത് എവിടെ? നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ, ഗുജറാത്തിൽ, ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ. എന്നാൽ ഏറ്റവും മെച്ചപ്പെട്ട സേവനം നൽകുന്നത് എവിടെ? കേരളത്തിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഏറ്റവും മികച്ച പ്രവർത്തനമാണ് കോവിഡിനെ നേരിടാൻ പ്രിയപ്പെട്ടവരെ നടത്തിയതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. മെഡിക്കൽ കോളേജുകളിൽ, ജില്ലാ ആശുപത്രികളിൽ, താലൂക്ക് ആശുപത്രികളെല്ലാം കോവിഡ് ചികിത്സയ്ക്ക് പ്രത്യേക വാർഡുകൾ തന്നെ സ്ഥാപിച്ചു. കാരണം മറ്റ് രോഗികളോടൊപ്പം കിടത്താൻ പറ്റുകയില്ല, രോഗം പലരും. ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനം നടത്തി. ആയിരക്കണക്കിന് ഡോക്ടർമാരെ, നഴ്സുമാരെ വിന്യസിച്ചുകൊണ്ട് ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് COVID-19 നടത്തിയ മഹായുദ്ധത്തില് നിർവഹിച്ചതെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. നിസ്സാര കാര്യമല്ല, വലിയ കാര്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അന്നു മുതൽ ഇന്നു വരെ ഇല്ലേ 88 ലക്ഷം കാർഡ് ഉടമകൾക്ക് സൗജന്യ കിറ്റ്, അരി, കാർഡില്ലാത്തവർക്ക് സൗജന്യ കിറ്റ് കൊടുക്കുക. ജനങ്ങളോടൊപ്പം അരസാംഗത്തിനോടൊപ്പം ജനങ്ങളെ നിർത്തി. അതാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. അതിന്റെ മികവ് തെളിയിച്ചു പ്രിയമുള്ളവര് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി എന്താ തന്നെ 5 കിലോ കൊഴുത്തിയ അരി, അതാ 5 കിലോ അരിയാണ് തന്നത്. വേറെ എന്തേലും തന്നോ? ചുമ്മാ വാചകവഴി തട്ടിപ്പുകാരനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. തട്ടിപ്പ് നുണയല്ലേ, നാമെടുത്ത ചുമ്മാ ദമ്പടിക്കുക. അതാണ് വാചകം എടുത്തിട്ട് കാര്യമുണ്ടോ? ആണുങ്ങളെ പോലെ പ്രവർത്തിച്ച് കാണിക്കണ്ടേ? അത് ഇല്ല. അതാണ് ഇന്ന് ഇന്ത്യക്കാരെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന കാര്യം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. മന്ത്രിസഭാ യോഗം കൂടുമ്പോൾ 3 മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യമേ സ്റ്റോക്കുള്ളൂ. റേഷന് കൂടുതൽ സ്റ്റോക്ക് കരസ്ഥമാക്കാൻ നടപടിയെടുത്തു കേരളത്തില്. അന്ന് മുതൽ ഇന്നു വരെ സൗജന്യ കിറ്റ്, റേഷൻ പട്ടിണിയില്ലാതെ ജനങ്ങളോടൊപ്പം നിന്നു. അതാണ് ഈ ഗവൺമെന്റിന്റെ പ്രത്യേകത. അതിന്റെ ഫലമുണ്ടായി. എന്തെല്ലാം തട്ടിപ്പ് പ്രചാര വേല നടത്തി മലയാള മനോരമ, മാതൃഭൂമി, ഇന്ത്യൻ എക്സ്പ്രസ്, പുസ്തക പത്രങ്ങളെല്ലാം വലിയ വേല, അപവാദ പ്രചാര വേല നടത്തിയാലും ഊരാഴ്ചമണ്ട തേർതല്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പില് പ്രിയപ്പെട്ടവരെ വലിയ വിജയമാണ് കരസ്ഥമാക്കിയത്. 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11 നമുക്ക്. 6 കോർപ്പറേഷനുകളിൽ 5 LDF. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു.
കേരളത്തിൽ ഉടനീളം ദശലക്ഷക്കണക്കിന് വോട്ട് കൂടുതലാണ് UDF-നെ കഴിഞ്ഞ നമുക്ക്. 152 ബ്ലോക്കുകളിൽ മഹാഭൂരിപക്ഷം നേടി, മുനിസിപ്പാലിറ്റികളിൽ മഹാഭൂരിപക്ഷം നേടി. മഹാഭൂരിപക്ഷം വരുന്ന ഊരാட்சி മണ്ഡലം എന്ന് പറഞ്ഞ പഞ്ചായത്തുകളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിടിച്ചു. ഈ തിരുവനന്തപുരം ജില്ലയിലെല്ലാം എന്റെ പ്രിയപ്പെട്ട സഖാക്കളെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയതെന്ന കാര്യം അഭിമാനബോധത്തോടുകൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഇതിന് ഗവൺമെന്റിനെതിരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ അടിസ്ഥാനമില്ലാത്ത കള്ളപ്രചാരവേലയാണ് നടത്തിയത്. കള്ളപ്രചാരവേല. ഏതോ ഒരു സ്ത്രീയെ സ്വർണം കടത്തി എന്നാണ് പറയാ. സ്വർണം കടത്തി, സ്വർണം ഇപ്പൊ കടത്തല, എന്നും സ്വർണം കടത്ത് നടക്കുന്ന രാജ്യത്ത്. കോൺഗ്രസ് ഭരിക്കുമ്പോഴും സ്വർണ്ണക്കടത്തുണ്ട്, ഇപ്പൊ BJP ഭരിക്കുമ്പോഴും സ്വർണ്ണക്കടത്തുണ്ട്. ആയിരക്കണക്കിന് ടൺ സ്വർണം കള്ളക്കടത്ത് രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇന്നും ഇന്നലെയല്ല, 3 വഴിക്ക, 1 വിമാനം, 2 കപ്പല്, 3 നേപ്പാൾ വഴി സ്വന്തം വരാം. ഈ 3 വഴി ഇഷ്ടം പോലെ സ്വർണം കടത്തുണ്ട്. കോൺഗ്രസ് ഭരിച്ചപ്പോ കോൺഗ്രസിന്റെ ED, CBI, കസ്റ്റംസ് എല്ലാം കൂട്ടു നിന്നിട്ടുണ്ട് ചില്ലറ മേടിച്ചിട്ട്. ഇപ്പൊ നരേന്ദ്രമോദി ഭരിക്കുമ്പോ നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാരൻ സുരേന്ദ്രനും മുരളീധരനും അടക്കമുള്ളവന്മാര് കൂട്ടുനിന്നുകൊണ്ട് ED, CBI എല്ലാം കൂട്ടുനിന്ന് പ്രിയമുള്ളവരെ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു. അതാണ് അവരുടെ പണി. ഇത് നമ്മുടെ പണിയാണോ? LDF-ന്റെ പണിയാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പണിയാണോ? അല്ല, ഇത് വേറെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റാണ്, CPIM ആണ്. ഇത് വേറെ പാർട്ടിയാ. ഇത് DMK അല്ല, ADMK അല്ല, ഇല്ലേ? അതൊന്നും അല്ലത്. ഇത് കേരളത്തിലെ കോൺഗ്രസ് അല്ല. ഇത് വേറെ പാർട്ടി, വേറെ മുന്നണി, കൂട്ടണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളം ഭരിക്കുക. അതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കോവിഡിനെ ഞങ്ങൾ നല്ല ഭംഗിയായി നേരിട്ടു. ജനങ്ങളോടൊപ്പം നിൽക്കുക. നമ്മളെ അപമാനപ്പെടുത്താൻ പത്രങ്ങൾ, മലയാള മനോരമ, മാതൃഭൂമി ഇത്യാദി പത്രങ്ങളെല്ലാം എല്ലാവിധ ശ്രമവും നടത്തിയെന്ന കാര്യം, കള്ളപ്രചാര വേലയാണ് നടത്തിയെന്ന കാര്യം പ്രിയപ്പെട്ട സഖാക്കളെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വലിയ സങ്കീർണ പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വരാൻ പോകുവാണ്. ഈ തെരഞ്ഞെടുപ്പിന് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന കാര്യത്തില് ഒരു സംശയവുമില്ല. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനോപകാരപ്രദമായ കാര്യങ്ങൾ, വികസനത്തിലോട്ട്, അതാണ് ജനക്ഷേമ പരിപാടിക്കോട്ട്, തട്ടിപ്പിനല്ലോട്ട്, അതാണ് പ്രിയമുള്ളവരെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്നത് മുദ്രാവാക്യം എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നിസ്സാര കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന LDF വലിയ നേട്ടം കൊയ്യേണ്ടതുണ്ട്, വലിയ മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് കരുത്തേകാൻ, ഇന്ത്യയിലെ CPIM-ന് കരുത്തേകാൻ, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റത്തിന് എന്തുകൊണ്ടും അത് അനിവാര്യമാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുക. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നാൽ തമിഴ്നാട്ടിലെ പാർട്ടിക്കും ശക്തി പകരും. തമിഴ്നാട്ടിലും നിങ്ങൾക്ക് ശക്തി പകരും. നിങ്ങൾക്ക് അന്തസ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് പ്രത്യേകത. രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റിന് ഇടതുപക്ഷത്തിന് ഊർജം പകരും. ഈ കേരളത്തിലെ LDF ഗവൺമെന്റ് വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ ഇടതുപക്ഷം പുതിയ മുന്നേറ്റം നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവിടെ തമിഴ്നാട്ടിലെ പാർട്ടി സഖാക്കൾ DMK-യുമായി ഐക്യമുന്നണി ഉണ്ടാക്കി യോജിച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് അറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇവിടെ DMK-യെ ADMK-യെ തോൽപ്പിക്കണം. BJP-യും ADMK-യും തമ്മിലുള്ള കൂട്ടുകെട്ട് പൊളിക്കണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളുടെ കടമയാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ DMK എന്ന് പറയുമ്പോൾ അതിന്റെ പരിമിതിയുണ്ട് എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ADMK-യും DMK എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പ്രത്യേക തരം പാർട്ടിയാണ്.
പ്രത്യേകതരം പാർട്ടിയാണെന്ന കാര്യം ഇപ്പൊ DMK-യുടെ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല. പ്രത്യേകതരം പാർട്ടിയാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അത് നമ്മുടെ പാർട്ടിയുടെ വിലയിരുത്തലാണ്. തമിഴ്നാട് പാർട്ടിയുടെയും വിലയിരുത്തൽ അത് തന്നെയാണ്, അല്ലേ? അത് തന്നെയാണ്. നമ്മളെ പോലാണോ? അല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിലും യോജിച്ച പ്രവർത്തനം നടത്തേണ്ടത്. പ്രിയപ്പെട്ട സഖാക്കളെ, രാജ്യം വലിയ ഗുരുതരമായി പ്രതിസന്ധിയില്ല. ഇന്ത്യൻ ഭരണഘടന പ്രതിസന്ധിയില്ല. ഇന്ത്യയിലെ ജനാധിപത്യം പ്രതിസന്ധിയിലാണ്. നാടിന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള RSS നയിക്കുന്ന ഗവൺമെന്റ് ഇവിടെ ഹിന്ദു രാഷ്ട്ര സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് ജനാധിപത്യ സമ്പ്രദായം ഭീഷണിയെ നേരിടുകയാണ്. ഇന്ത്യൻ ജനാധിപത്യം ഭീഷണിയെ നേരിടുകയാണ്. അധ്വാനിക്കുന്ന ജനങ്ങളുടെ അവകാശ സമരങ്ങളോട് അവരെടുക്കുന്ന നിലപാടെന്ത് എന്ന് നമുക്കറിയാം. നൂറുകണക്കിന് കർഷക സംഘടനകൾ ചേർന്ന് എത്രയോ ലക്ഷക്കണക്കിന് കൃഷിക്കാർ വ്യവസായികളാണ് പ്രിയമുള്ളവരെ പോരാടിക്കൊണ്ടിരിക്കുക. എത്ര പേര് മരിച്ചു എന്ന് കണക്കുണ്ടോ? നേരത്തെ കണക്ക് 63ആണ്. ഇപ്പം അതിലും എത്രയോ കൂടുതൽ ആളുകളാണ് സമരത്തിൽ പങ്കെടുത്തവർ. മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. എന്താ കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന 3 ചട്ടങ്ങൾ, നിയമങ്ങൾ പിൻവലിക്കണം. അത് വ്യവസായികൾക്ക് ദ്രോഹമാ, കൃഷിക്കാർക്ക് ദ്രോഹമാ. കൃഷിക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഗോതമ്പിനും അരിക്കും നെല്ലിനും കടലയ്ക്കും പയറിനും പച്ചക്കറിക്കും ന്യായമായ വില കിട്ടുകയില്ല. ഇന്ത്യയിലെ കുത്തകൾ ഇന്ത്യയിലെ കൃഷിക്കാരെ കൊള്ളയടിക്കും. അതിനു വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ 3 ചട്ടവും ഉരുപ്പിടിപ്പിച്ചത്. ഈ 3 ചട്ടവും കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ ചട്ടം 3 പിൻവലിക്കണം എന്നാണ് പോരാട്ടങ്ങളിൽ കൂടി കൃഷിക്കാർ, വ്യവസായികൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രിയമുള്ളവരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക, ഇല്ലേ? നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അഹങ്കാരി, തങ്കൻ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനുണ്ടോ? അദ്ദേഹം ആ കൃഷിക്കാരുടെ സംഘടനയുമായി ചർച്ച പോലും നടത്താൻ കൂട്ടാക്കിയില്ല. പ്രിയമുള്ളവര്, ഇത്ര അഹങ്കാരം ആർക്കാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അഹങ്കാരി, അല്ലേ? അതാണോ വേണ്ട ഒരു ഭരണാധികാരി? ഇത്രയും രൂക്ഷമായ പ്രശ്നം അദ്ദേഹത്തിന്റെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ് ഈ ദോഷകരമായ ചട്ടം കൊണ്ടുവന്നത്. അതിനെതിരെ സമരം ചെയ്യുമ്പോ നരേന്ദ്രമോദിയുടെ ദല്ലാളന്മാരെ വിട്ട് ചർച്ച ചെയ്യാതെ ആ കൃഷിക്കാരെ വിളിച്ച് ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഇന്ത്യ പ്രധാനമന്ത്രി ചർച്ച ചെയ്യണ്ടേ? പ്രശ്നം സെറ്റിൽ ചെയ്ത് കളയണ്ടേ? അഹങ്കാരം പറയുക. അതിന് പകരം നരേന്ദ്രമോദി പറയുന്നതാ കൃഷിക്കാരുടെ സമരത്തിന് പിന്നിൽ വിദേശ ശക്തികളാണ്, നിക്ഷിപ്ത താല്പര്യക്കാരാണ്, അവരാണ് ഇവരാണ് എന്ന കള്ളപ്രചാര വേല നടത്തുക, ഇല്ലേ? ബില്ലെങ്ങനെ പാർലമെന്റിൽ പാസ്സാക്കിയത്? ചർച്ചയില്ല. ഇവിടെ പാർലമെന്റ് കോൺഗ്രസിന്, ഇന്ദിരാഗാന്ധിക്ക്, നെഹ്റുവിനും വലിയ ഭൂരിപക്ഷം ഇല്ലേ? ചർച്ചയില്ലാതാണോ നിയമം പാസ്സാക്കിയത്? ചർച്ച ചെയ്താണ് നിയമം പാസ്സാക്കിയത്. ഇതുപോലെ അഹങ്കാരം, തണ്ട് RSS സംഘപരിവാര ശക്തികള് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ, പാർലമെന്ററി ഡെമോക്രസിയെ, പ്രിയമുള്ളവരെ, ഈ രാജ്യത്തെ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ, ഭരണഘടനയെ, നിയമവാഴ്ചയെ അങ്ങേറ്റം തകർക്കാൻ ശ്രമിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇപ്പം രാജ്യത്ത് നിൽക്കുന്നത്. കൃഷിക്കാരുടെ പോരാട്ടം ഇത്. തൊഴിലാളികളുടെ പോരാട്ടം. 25 കോടി തൊഴിലാളികളാണ് പണിമുടക്കിയത്. 25 കോടി, ഇല്ലേ? രാജ്യത്തിന്റെ പൊതുമേഖല സമ്പത്ത് വിറ്റ് തൊലയ്ക്കുന്നു. അദാനിമാർക്കും റിലയൻസിനും എഴുതി കൊടുത്ത് കമ്മീഷൻ മേടിക്കുന്ന ദല്ലാളന്മാരുടെ ഭരണമാണ്. കമ്മീഷൻ മേടിക്കുന്നവരാണ് RSSകാർ. കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആർക്കാ നിഷേധിക്കാൻ പറ്റുന്നത്? തിരുവനന്തപുരം വിമാനത്താവളം കേരള ഗവൺമെന്റ് വിട്ടതാ. ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞു, തന്നില്ല. അദാനി എന്ന് പറഞ്ഞ മുതലാളിക്ക് 6 ഒന്നിച്ചു കൊടുത്ത് കോലം മേടിച്ചവന്മാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയും കൂട്ടരും എന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മറക്കാൻ പറ്റുന്നതല്ല. അദാനി എന്ന് പറയുന്ന മുതലാളിയെ ഉണ്ടാക്കിയത്, വളർത്തിയത് നരേന്ദ്രമോദിയും കൂട്ടരുമാണ്. അവരാണിപ്പോ കാര്യം തീരുമാനിക്കുക. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് രാജ്യം വലിയ ഗുരുതരമായ പ്രതിസന്ധി. ജനാധിപത്യ അപകടത്തിൽ, പാർലമെന്ററി ഡെമോക്രസി അപകടത്തിൽ, സ്വേച്ഛാധിപത്യത്തിലേക്ക്, പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് പോകുന്നിടത്തേക്ക് എത്തുന്നു. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കേൾക്കാമേലെ ഒരേ തേർതൽ, ഊരാറ്റമന്ത തേർതൽ, ചട്ടസഭ തേർതല്, പാർലമെന്റ് തേർതല് എല്ലാം ഒന്നിച്ച്. വാർഡ്, ഊരാറ്റമന്ദത്തിൽ എന്താ പറയുന്നത്? വാർഡ് അല്ലേ? ഒരേ തേർതൽ, എല്ലാം ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ഭീഷണിയാണ്. അതാണ് ഒരേ രാജ്യം, ഒരേ നികുതി, വരി, ഒരേ വരി. എന്നിട്ടോ GST പിരിച്ച് സംസ്ഥാനങ്ങളിലേക്ക് കൂടെ കട്ടു പറ്റിച്ചു. സംസ്ഥാനത്തിന് കൊടുക്കുന്ന വിഹിതം കൊടുക്കാതെ സംസ്ഥാനത്തോട് പറയുന്ന നിങ്ങൾ കടം മേടിച്ചു, നമുക്ക് കിട്ടുന്ന നികുതി പിരിച്ചെടുത്ത് ചാപ്പാട് പിരിച്ചിട്ട് തീറ്റ കഴിഞ്ഞിട്ട് നമ്മളോട് പറയുകയാണ് നിങ്ങൾ കടം മേടിച്ചോളാൻ. അതാണ് ഒരു രാജ്യം, ഒരു പാർട്ടി, ഒരു നേതാവ് എന്നിടത്തേക്ക് പോകും. പ്രിയുള്ളവര്, സംശയം വേണ്ട, അങ്ങോട്ടാണ് പോകുന്നത്. RSS പറയുന്നു, മോഡി നടപ്പിലാക്കുന്നു. ഇല്ലേ? RSS പറയുന്നു, മോഡി നടപ്പിലാക്കുന്നു. അതാണ് നടക്കുന്നത്. സ്വാതന്ത്ര്യ സമരം നടത്തി, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യക്കാരികളുടെ പാദസേവ ചെയ്തവരാണ് RSSകാർ. നരേന്ദ്രമോദിയുടെ ആദ്യ നേതാക്കന്മാർ, അവർ വഹിച്ച പങ്കമാർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവന്മാർ. ഇല്ലേ? സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത, ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച രാഷ്ട്രപിതാവിനെ, മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്ന കാമാലികന്മാർ. അതാ പ്രിയമുള്ളവരെ, ബ്രിട്ടീഷ് സാമ്രാജ്യക്കാരുടെ ഒറ്റുകാരന്മാരായി നിന്നവർ, രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നവന്മാർ, അവരുടെ കയ്യിലാണ് ഇന്ന് രാജ്യം ചെന്നപ്പെട്ടിരിക്കുന്നത്. 47 മുതൽ നെഹ്റു, ശാസ്ത്രി, ഇന്ദിരാഗാന്ധി ചത്തു കഴിഞ്ഞപ്പോ പ്ലെയിനെ പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് രാജീവ് ഗാന്ധി. ഇല്ലേ? ഇനിയിപ്പോ ആരാ? ഇവര് പ്രിയങ്ക ഗാന്ധി, വേറൊരു ഗാന്ധി ആരാ? ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട് കേരളത്തില്. രാഹുൽ ഗാന്ധി പ്രസിഡന്റ് ആകാൻ, AICCയുടെ പ്രസിഡന്റ് ആയെന്ന് പറഞ്ഞാൽ ഞാനില്ലേ എന്ന് പറഞ്ഞ് ഓടുക. പുള്ളി ഇവിടെ വന്ന് പറയാ സ്വന്തം കടത്തുകാരൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെന്ന്. അത് അയാളുടെ പാരമ്പര്യമാ, അയാളുടെ അമ്മയെല്ലാം കൂടെ ചെയ്തതാ. അതുതന്നെ UP ഗവൺമെന്റ് കൽക്കരി കുമ്പോളം ടൂറിസ്റ്റ് മറ്റം അഴിമതി തട്ടിപ്പ് 10,000 കോടി തട്ടിച്ചു. അതുപോലാണ് നമ്മളെന്താ? എന്റെ രാഹുൽ ഗാന്ധി, നിങ്ങളുടെ ഒരു പാർട്ടി ഹൈക്കമാൻഡ്, എന്ത് മാണ്ട്? ഒരു മാണ്ടുമില്ല. ഹൈക്കമാൻഡ് 7 സംസ്ഥാനങ്ങളില് കോൺഗ്രസ് ഗവൺമെന്റുകളെ വിലക്കെടുത്തു. കോൺഗ്രസ് MLAക്ക് 10 കോടി 15 കോടി എന്ന് കേൾക്കുമ്പോ നായയുടെ കൂട്ടാ. കടപാട് കാണുമ്പോ നായക്ക് വായിക്കൂടെ വെള്ളം വരും. തമിഴ് എനിക്ക് ഒരുപാട് അറിയാൻ വില. എന്ത് പറഞ്ഞു വരിക? 10 കോടി വില. കോൺഗ്രസ് MLA ആണോ? നായയുടെ കൂട്ട് വെള്ളം വരും വായിൽ. 7 സംസ്ഥാനത്തിലെ MP-മാരെ ചാക്കിട്ട് പിടിച്ചു. BJPയുടെ ഗവൺമെന്റ് ആക്കി. ഇപ്പോ ഇവിടെ തമിഴ്നാട്ടിലെ പോണ്ടിച്ചേരി കാര്യം എടുത്തു. അതാണ് മനസ്സിലായില്ലേ? കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവാണ് മധ്യപ്രദേശിൽ മുഖ്യമന്ത്രി, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ. ഇപ്പൊ BJPക്കാരനായത് മൂലം കോൺഗ്രസ് MLA ആക്കാൻ കൂടുമാറി അവസരവാദികൾ, കള്ളന്മാർ, കള്ളനെ കഞ്ഞിവെച്ചന്മാരാണ് കോൺഗ്രസുകാർ. അതല്ലേ അതിന്റെ നേതാവായ രാഹുൽ ഗാന്ധി. ഇടയ്ക്ക് പുള്ളി മുങ്ങും. അമ്മയ്ക്കും പെങ്ങൾക്കും ഒന്നും അറിയാൻ മേല കോട്ടാ മുങ്ങുന്നത്. ഞാനാണ് മുങ്ങുന്നെങ്കിൽ കേരളത്തിലെ പത്രം എന്തു പറയും? മണിക്ക് അവിടെ വെപ്പാട്ടി ഉണ്ടെന്ന് പറയും. വെപ്പാട്ടി മാത്രമല്ല പിള്ളകളും ഉണ്ടെന്ന് പറയും. ഇതുമില്ല, വലിയ വീട്ടിലെ പയ്യന്മാരായോണ്ട്
നിന്റെ വീട്ടിലെ പയ്യന്മാരായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എവിടെ പൊങ്ങിയാലും പ്രശ്നമില്ല, എവിടെയാലും പൊങ്ങിയാൽ മതി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആയാലും ഇവിടെ വന്ന് എന്താ പറയാ, സ്വർണ്ണം കടത്താ മുഖ്യമന്ത്രി ഓഫീസിലെന്ന്. അയ്യോ, അമ്മയും പെങ്ങളും എല്ലാം കൂടെ, അപ്പനും അപ്പന്റെ അമ്മയും അമ്മയുടെ അപ്പനും എല്ലാം കൂടെ കൂടി പരിത്തെ കൊട്ടയിലും കൊള്ളുകയില്ല. പിന്നെ ബാക്കി പറഞ്ഞാൽ തെറിയ, ഞാൻ പറയുന്നില്ല. എന്നും കൊള്ളാത്ത പരുവത്തിൽ എത്തിച്ചു. അതല്ലേ ഇപ്പൊ കയ്യും കാലും ഇട്ട് അടിയ 7 സംസ്ഥാന ഗവൺമെന്റുകളെയാണ് വിലക്കെടുത്തത്. ഇവിടെ കൂടുക ഒരു ഭാഗത്ത് ലീഗുകാര് ആരെയാ കൂട്ടുന്നേ, വെൽഫെയർ പാർട്ടി, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI, എല്ലാവരെയും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ നിൽക്കുക. അവിടെ ഇവിടെ RSS BJPയോ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ അവരെയാണ് കോൺഗ്രസ് കൂട്ടുപിടിക്കുക. കോൺഗ്രസ് BJP ചിന്തിക്കുന്നതന്നെ കോൺഗ്രസ് പിണറായി വിജയന്റെ കൂട്ടം നിൽക്കുന്നവരെ പിണറായി വിജയന് LDF പിടിക്കാൻ പറ്റുകയില്ല. കാശെന്ന് കേട്ടാൽ ഓടാ പുല്ല് എന്ന് പറയും, അതറിയാം. അതുകൊണ്ട് നമ്മളെ പിടുത്തം നടക്കുകയില്ല. അതുകൊണ്ടോ എങ്ങനെയും കോൺഗ്രസ് വരികയാണെങ്കിൽ എളുപ്പമുണ്ട് ചാക്കി കയറ്റാൻ. അതിനാണ് അവര് പണിയുന്നത്. ലീഗുകാരനാണേലോ ലോകത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ RSSനെ പോലെ പ്രവർത്തിക്കുന്നവന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ അനകോടൻ എല്ലാം കൂടെ കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഇപ്പൊ പൊരുതാൻ ഇറങ്ങിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഖാക്കളെ, ഞങ്ങൾ ഇതിനെയെല്ലാം ശക്തമായി നേരിടും. അയൽവാസികൾ എന്ന നിലയിൽ നിങ്ങളുടെ ഒത്താശയും സഹായവും ഞങ്ങൾക്ക് വേണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. തമിഴ്നാട്ടിലെ പാർട്ടിക്കും തമിഴ്നാട്ടിലെ ജനങ്ങളോട് ഒപ്പം ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കാണും എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്കാണ് ഇന്ന് ഇടുക്കിക്ക് പോകണം, അത്യാവശ്യമാണ്, പോകാതിരിക്കാൻ ഒഴിവില്ല. രാജ്യം വലിയ കുഴപ്പത്തില്ല. ബ്രിട്ടീഷുകാരെ ഓടിച്ചു. ബ്രിട്ടീഷുകാരെ ഓടിക്കുന്നതിൽ നിന്ന് പിന്മാറിയവന്മാര്, ബ്രിട്ടീഷുകാരെ പാറസേവ ചെയ്തവര് ആണ് ഇപ്പൊ ഇന്ത്യ ഭരിക്കുകയാണ്. 1949 അയോധ്യയിലെ പള്ളിക്കകത്ത് ശ്രീരാമന്റെ സീതയുടെ വിഗ്രഹം വെച്ചു. നെഹ്റു മര്യാദക്കാരനെ എടുത്ത് കളയാൻ പറഞ്ഞു. എവിടെ? സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തര മന്ത്രി, പിന്നെ UPയിലെ സംസ്ഥാന ഗവൺമെന്റ് ഒരു നായര്, KK നായര് എന്ന് പറയുന്ന വായി നോക്കി കളക്ടർ എല്ലാം കൂടെ അവിടെ വെച്ചു. 92 പൊളിക്കാൻ നരേന്ദ്രമോദിയുടെ റാവുവിന്റെ ഗവൺമെന്റ്, കോൺഗ്രസിന്റെ ഗവൺമെന്റ് പട്ടാളത്തെ പോലീസിനെല്ലാം ഒഴിവാക്കി ഈ ശല്യം തീരട്ടെ, പൊളിച്ചോട്ടെ ഏർപ്പാട് ചെയ്ത് പൊളിച്ചു. ഇല്ലേ? ഇതിനെല്ലാം കൂട്ടുന്നു കോൺഗ്രസ്. ഇതിനെല്ലാം ഈ രാജ്യത്തെ പ്രിയമുള്ളവരെ ലക്ഷക്കണക്കിന് ഇസ്ലാമിനെ RSSകാർ കൊന്നിട്ടുണ്ട്. നെഹ്റുവിന്റെ നാടായ UPയിലടക്കം അതിനെല്ലാം കൂട്ടുന്നു RSSകാരന്, ഹിന്ദു വർഗീയവാദികൾക്ക്. അതാണ് ചരിത്രം. നിഷേധിക്കാൻ പറ്റുമോ? ഈ കേരളത്തിൽ ഇതൊന്നും നടക്കുകയല്ല. ഇത് വേറെയാ, കേരളമാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് 1957 മഹാനായ EMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, പിന്നീട് ഇടതുപക്ഷ ഗവൺമെന്റുകൾ നിരന്തരമായി ഇവിടെ വരുന്നു. ഇതാ ഇത്തോടെ സാധാരണ വരുന്ന നമ്മളൊന്ന് നമ്മൾ പോയി കോൺഗ്രസ് പിന്നെ പോയി നമ്മളെ. ഇത്തവണ അങ്ങനല്ല, നമ്മൾ സ്ഥിരമായി ഭരണ സ്ഥിരത നേടാൻ പോവുക. ഭരണ സ്ഥിരത നേടുക, അതാണ് ലക്ഷ്യം. അതിനുള്ള കർമ്മ പരിപാടിയാണ് ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നത്. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക, കൈയിട്ട് വാനല്ല പണി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അല്ല, സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുന്നേറ്റ് വന്നാൽ പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ പൊരുതുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട പാർട്ടി സഖാക്കളെ, ഈ തമിഴ്നാട്ടിൽ ADMKയുടെ ഗവൺമെന്റിനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന നിലപാടുകൾ നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യും എന്ന് എനിക്ക് നല്ല തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ വരാൻ, നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്.
ഇന്ത്യൻ പാർട്ടി നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പുരോഗമന ശക്തികൾക്ക്, പൊരുതുന്ന കൃഷിക്കാരന്, ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, CPIM-ന് കൂടുതൽ കരുത്ത് പകരാൻ സഹായിക്കും. ആ കാഴ്ചപ്പാടോട് കൂടിയാണ് കേരള മാനിലത്തിൽ, കേരള സംസ്ഥാനത്ത് പേർന്നല്ല ഞങ്ങൾ നേരിടാൻ പോകുന്നു. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു. കേരളത്തോടൊപ്പം തമിഴ്നാട്ടിലും ഏതാനും സംസ്ഥാനങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ പൊരുതണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.